ഓണച്ചന്തകൾ ഒരുങ്ങുമ്പോൾ സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിലെ കനത്ത മഴയും ഇന്ധനവില വർധനയും ചേർന്ന് അവശ്യ പച്ചക്കറികളുടെ വില കുത്തനെ ഉയർത്തി. ഓണക്കാല ചെലവുകൾക്കൊപ്പം പച്ചക്കറി വിലക്കയറ്റവും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിന് ഇരട്ട പ്രഹരമാവുകയാണ്. പഴം, പാൽ, പച്ചക്കറി, ഇറച്ചി തുടങ്ങിയ മറ്റ് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പൊടുന്നനെയാണ് പെട്ടെന്ന് സാധാരണക്കാരുടെ വയറ്റത്തടിക്കുന്നത് പോലെ പച്ചക്കറി വിലയിലും വർധനവുണ്ടായത്. ഓണം സീസൺ ആരംഭിക്കാനിരിക്കെ സംസ്ഥാനത്ത് പച്ചക്കറി വില കുത്തനെ ഉയരുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, സവാള തുടങ്ങി അവശ്യ പച്ചക്കറികൾക്കാണ് ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ചിരിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിലെ കനത്ത മഴയെ തുടർന്ന് ലഭ്യത കുറഞ്ഞതാണ് പ്രധാന കാരണം. ഇതോടൊപ്പം ഇന്ധനവില വർദ്ധിച്ചതോടെ ഗതാഗത ചിലവും ഉയർന്നു. ഇതും വിപണിയിൽ വിലവർധനയ്ക്ക് ആക്കം കൂട്ടി. ഇന്ധനം അത് തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇതിൽ തന്നെ സാധനമൊക്കെ ഇനി ഈ സാധനം വില കൂടിയ സാധനമൊക്കെ ഇനി കുറയാൻ ഭയങ്കര പാടാണ്. എന്നുവെച്ചാൽ ഈ പെട്രോളിൻ്റെയും ഇതിൻ്റെ ഡീസലിൻ്റെയൊക്കെ വില കൂടിക്കൊണ്ടിരിക്കും തോറും ഈ സാധനം മാക്സിമം ഒരു വിലയുണ്ട്. ആ വിലയിൽ കൂടി കൂടുന്നതല്ലാതെ ഇനി കുറയില്ല. 2000 രൂപ കിടന്ന ചാക്ക് ഇഞ്ചി ഇപ്പം ഒരു ചാക്കിന് 11,000 രൂപയാണ് ഇഞ്ചിക്ക് വില. പല മേഖലയിൽ പല വിലയാണ് ഈ മാർക്കറ്റിൽ. ഒരേ സ്ഥലത്ത് ഒരേ വില ആയിരിക്കത്തില്ല. ഇപ്പോൾ രാവിലത്തെ ഹോൾസെയിൽ കടന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇഞ്ചിക്ക് 150 രൂപ വില ഉണ്ടെങ്കിൽ അത് നമ്മളെ എടുത്ത് അപ്പുറത്ത് വിൽക്കുമെങ്കിൽ അത് 250 രൂപ ആവും. ഓണക്കാലത്ത് പച്ചക്കറികളുടെ ആവശ്യകത കൂടി വരാനിരിക്കുന്നതിനാൽ വില ഇനിയും ഉയരുമെന്ന ആശങ്കയിലാണ് വ്യാപാരികളും ഉപഭോക്താക്കളും. ഓണച്ചന്തകൾ സജീവമാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ വിലക്കയറ്റം സാധാരണക്കാരന്റെ ആഘോഷ ബഡ്ജറ്റിനെയാണ് ബാധിക്കുന്നത്. ഓണക്കാലം ഇങ്ങ് പടിവാതിലെത്തി. പച്ചക്കറി ഇല്ലാത്തൊരു ഓണത്തെപ്പറ്റി മലയാളിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഈ അവസരത്തിലാണ് ഇത്തരത്തിൽ ഈ പച്ചക്കറികൾക്കെല്ലാം തന്നെ കുത്തനെ വില ഉയർന്നിരിക്കുന്നത്. ചെറുകിട കച്ചവടക്കാരെയും വൻകിട കച്ചവടക്കാരെയും സാധാരണ പച്ചക്കറി വാങ്ങാനെത്തുന്ന ജനങ്ങളെയും എല്ലാം തന്നെ ഈ വിലവർധന വളരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഇതിന് അന്തിമമായ ഒരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം അപർണ,